സഖാക്കളി, കേരളത്തിൻ്റെ നാടക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കൊട്ടാര നാടകങ്ങളുടെയും കാവ്യനാടകങ്ങളുടെയും കാലഘട്ടത്തിൽ നിന്ന് പാശ്ചാത്യ നാടകങ്ങളിലേക്ക് CJ അടക്കമുള്ളവർ കേരളത്തിൻ്റെ നാടക പ്രസ്ഥാനത്തെ ആനയിച്ചപ്പോൾ അതിന് സമാന്തരമായി അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത കാലഘട്ടത്തിലാണ് ജനങ്ങളിലേക്ക്, കേരളത്തിൻ്റെ മണ്ണിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് വേരൂന്നി നിൽക്കുന്ന നാടക സമ്പ്രദായം ആവിർഭവിക്കുന്നത് KT മുഹമ്മദും തോപ്പിൽ ഭാസിയും അടക്കമുള്ള ആളുകളുടെ സംഭാവനകളിലൂടെയാണ്. വിജയശ്വാസല്ലേ? അയ്യോ, എന്താ ഇവിടെ ഈ പാട്ട് കാപ്പിക്കട? ആ, ഇത് തന്നെ. വന്നാട്ടെ, വരണം. പാട്ട് എഴുതി പാടെടുത്തു. പാട്. അതിനു മുമ്പ് ഞാൻ ഒരു പാട്ട് കേൾപ്പിക്കാം. മലയാളത്തിലെ ആദ്യത്തെ അയ്യപ്പ ഭക്തി ഗാനമാണ്. അഗസ്റ്റിൻ ജോസഫ്. தெரியுமா? அவங்க அப்பாவுடைய அப்பா. 1953 வேலைக்காரன். பாஹிமாம் ஜெகதீஸ்வரா. അതെ, ദാസേട്ടൻ പണ്ട് സ്റ്റേജിൽ പാടിയ ഷുവർ മൈക്ക് ഇവിടെ ഉണ്ടോ? ഫേസ്ബുക്കിൽ ഇങ്ങനെ മൈക്ക് ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ അപ്പം ആദ്യമായിട്ട് സ്റ്റേജിൽ യൂസ് ചെയ്ത മൈക്കാണ്. അതിവിടെ കിട്ടുമോ എന്നും കൂടി അറിയാൻ വേണ്ടിയാണ് വന്നത്. നാണോ? വളരെ സന്തോഷം. അച്ഛൻ ഗാനമേളയ്ക്ക് എപ്പോഴും ആദ്യം പാടുന്ന പാട്ട് ഓർമ്മയുണ്ടോ? ഓ, തീർച്ചയായിട്ടും. ഒന്ന് പാടണം. ഓ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകേ പോവുക നീ. ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഇതിന് ഞാൻ എന്ത് പ്രതിഫലം തരണം? യേശുദാസൻ ആദ്യം പാടിയ മൈക്കിന് മകം എന്നൊരു ആഗ്രഹം പറയുമ്പോൾ അതിനങ്ങനെ വിലയിടാൻ പറ്റില്ല. കൊണ്ടുപോയി സ്വന്തം അവകാശമായിട്ട് കാത്തു സൂക്ഷിക്കാം. തീർച്ചയായിട്ടും. സുഖല്ലേ? ആ, മാറിയുന്നുണ്ട്. തവളല്ലേ? ആ, ഓ, എല്ലാവർക്കും കിട്ടിയല്ലോ. ഒരു സെൽഫി. അതെ, എൻ്റെ ആലീസിനെ കാണിക്കാം. തീർച്ചയായിട്ടും. ഓ, താങ്ക് യു ഡാഡ്. കാണാം. ഞാൻ ഒരു പാട്ട് പാടും. ഓ. ദാസേട്ടൻ മാമല നാടിൻ്റെ പൂങ്കുയിൽ കോളാമ്പിക്കാലം തൊട്ടേ പാടിപ്പാറണ പൂങ്കുയിൽ. ദാസേട്ടൻ മാമല നാടിൻ്റെ പൂങ്കുയിൽ കോളാമ്പിക്കാലം തൊട്ടേ പാടിപ്പാറണ പൂങ്കുയിൽ.
കളിക ചേട്ടാ. താങ്ക് യു. ശരി എന്നാ. ശരി, താങ്ക് യു. ഹലോ അരു, യുൽ കം ഏർലി വോണ്ട് യു? എല്ലാരും നിന്നെ അന്വേഷിച്ചു തുടങ്ങി, പ്രത്യേകിച്ച് ജോർജിന്റെ വീട്ടുകാർ. ആൻഡ് ഷുഡന്റ് യു ചൂസ് യുവർ ഡ്രസ്സസ് ഫ്രം ഹിയർ? അമ്മ, ഞാൻ ഒരു വാക്കേ തന്നിട്ടുള്ളൂ, അത് ഞാൻ പാലിക്കും. I'll be there for the wedding, okay? Don't expect anything. ആ, ഇതിനിടയ്ക്ക് ലാഹോറിൽ നിന്നൊരു കത്തുണ്ടായിരുന്നു. വല്യത്തയുടെ മോളുടെ നിക്കാഹ്. പോകേണ്ടതാണ്. പോണം. എന്നാലും ഇത്രയും ദൂരത്തേക്കൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ആരോടാ കിന്നാരം? അല്ല, ആ കുട്ടി അരുന്ധതി. എന്താ? അല്ല, 2-3 ദിവസമായി വന്നുമില്ല, ഇതുവരെ വിളിച്ചില്ലല്ലോ. സുന്ദരം, നീ ഈ വഴി കാണുന്നവരെല്ലായിടത്തും തലയെ വെക്കരുത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്നാലും അവളൊന്നും വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇതിന്നല്ലല്ലോ. ഇതിന്ന ഹലോ, അസനാന് കുഞ്ഞ, ഇത്താത്ത മയ്യത്തായി. അറിയാലോ കാര്യങ്ങള്. നിങ്ങൾ പുലർച്ചെ എന്നെ ഒന്ന് പുറപ്പെട്ട് പറഞ്ഞു. രാവിലെ എത്ര മണിക്കാ വരണ്ടേ? വെളുപ്പിനാ. ഇത് ഇത് മൗലവി അല്ലേ? ഇത് മൗലവി അല്ല. അല്ലേ? അപ്പൊ നിങ്ങളാരാ? ഞാൻ ജവഹർ സൗണ്ട്സിലെ മൗലവി. ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയതാ. ഓനോട് വെളുപ്പിന് എത്താൻ പറയണം. ഞങ്ങള് വിവരം അറിയിച്ചോളാം. ഓ ശരി എന്നാ. ഞങ്ങളൊരു കുട്ടിയെ തെരഞ്ഞു വന്നാണ്. ഇവിടെ എവിടെയാണ്? എവിടെയാ? അവള് ഇവിടെ എവിടെയോ ആണ്. നല്ല ചുരുട്ടുമുടിയുണ്ട്, സുന്ദരി കുട്ടിയാണ്, വരയ്ക്കും. ഇവിടുത്തെ പരിപാടിക്ക് വന്നാണ്. ബിനാലയ്ക്കോ? ആ. എവിടെയാ താമസം എന്ന് പറഞ്ഞത്? ജൂ സ്ട്രീറ്റ് ആണെന്ന് പറഞ്ഞു. ഇത് ഇതൊന്ന് കറക്കി. ഓ,
ഈ സീസണിലേ കലാകാരന്മാരെ തട്ടാതെ അവിടെ നടക്കാൻ പറ്റുകയില്ല. പരിധിക്ക് പുറത്താന്നാ പറയുന്നത്. അവളെ കണ്ട എൻ്റെ പ്രഷർ കുറയോ? അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നത്. പതിനഞ്ച് കൊല്ലായി ആ വണ്ടിയെ ഒന്ന് തൊട്ടിട്ട്. അവള് കാണാനല്ലേ? ഹലോ മൈ ഡാർലിംഗ്, ഇപ്പൊ കാതൽ വந்தாச்சோ, കല്യാണം പണ്ണ ചൊല്ലി പ്രോമിസ് പണിയാച്ചോ, പുതുസ പൊണ്ണ്. അയ്യോ, എന്താ ഇവിടെ? നിന്നെ തിരക്കി ഇറങ്ങിയതാ. എന്നെ തിരക്കിയോ? ഈ പാതിരാത്രിയിലോ? നിനക്കൊന്ന് ഫോൺ ചെയ്തിടായിരുന്നോ? ഞാൻ ഫോൺ ചെയ്തു, ഫ്ലൈറ്റ് കയറുന്ന മുമ്പ്. റിംഗു ആയി, നിങ്ങൾ എടുത്തില്ലല്ലോ. എന്നാലും നീ എങ്ങോട്ട് പോയി പറയാതെ? ഞാൻ എൻ്റെ അമ്മയുടെ കല്യാണത്തിന് പോയതാ. ഞാൻ അമ്മയുടെ കല്യാണത്തിന് പോയതാ ഡൽഹിയില്. കണ്ടേ, കയ്യിലുണ്ട്. ഞാൻ ബാഗിന് വെളിയിലെടുത്തോ? മറവി തുടങ്ങി. അച്ഛൻ തുടങ്ങിക്കോ. ആ, ഐസും ഇല്ല, സോഡയില്ല. നീറ്റായിക്കോട്ടെ. അമ്മയുടെ നായരെങ്ങനെയുണ്ട്? അമ്മയാണോ നായരാണോ ഗുണം ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ കോൺസെപ്റ്റ് സോളിഡായി. ആർക്കാ? അമ്മയുടെ നായർക്കാണോ? ഇത് കൊള്ളാലോ.
നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ ഒരു വലിയ സംഭവം. ടർബുലൻസിൽ നിന്ന് പോലും ആർട്ടുണ്ടാക്കുന്ന ഒരു വംശം. Here, flip it. On the back. ഇതാണ് എൻ്റെ ഇൻസ്റ്റലേഷൻ. ബിയനാലേനിൽ ഞാൻ ചെയ്യാൻ പോണ വർക്ക് ശില്പം. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഈ കോളാമ്പികളാണ് എനിക്ക് ഇൻസ്പിറേഷൻ. കോളാമ്പികൾ ഞാൻ കൊണ്ടുപോകണം കേട്ടോ. ഞാൻ ഇത് കൊണ്ടുപോകും. ഇതെനിക്ക് വേണം. ഇത് നടന്ന തന്നെ ഇത് ഒരു ജീവിതകാലം മുഴുവനും കളക്ട് ചെയ്തത് നിങ്ങൾ ഇവിടെ കൊടുത്തു അല്ലേ? യെസ്. അങ്ങനെയാണല്ലോ വേണ്ടത്. അരുന്ധതി, അവർക്ക് കോളാമ്പികളാ ജീവിതം. അത്ര പെട്ടെന്നൊന്നും അയാളത് വിട്ടുതരില്ല. നീ ഡിസപ്പോയിന്റഡ് ആയിട്ട് കാര്യമില്ല. ശ്രമം തുടരണം. യുവർ കോൺസെപ്റ്റ് ഈസ് റിയലി ബ്രില്യൻറ്റ്. Can I take this? Yes, of course. But you have to return it. Policy. ഇനി എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു ഡിലേ ഉണ്ടാവും. അത് നമുക്ക് ഗുണേ ചെയ്യൂ. അദ്ദേഹം പറഞ്ഞോണ്ടാ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. ആദ്യം ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാവട്ടെ, എന്നിട്ടാവാം ഫീസിന്റെ കാര്യമൊക്കെ. അല്ലാതെ നിങ്ങളുടെ എന്നൊക്കെ കാശ് മേടിച്ചാലേ എൻ്റെ ഉറക്കം പോവും. വക്കീലേ, ഇവരുടെ കേസ് എന്തായി? ശരിയാക്കാം. എന്തായാലും ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ എൻ്റെ ഓഫീസിലേക്ക് അങ്ങ് കൊടുത്തു വിട്ടേ. ശരി എന്നാലേ. ഹലോ, എന്തായി? ശരിയാക്കുന്നുണ്ട്. ആര്? ഞാൻ അകത്തുണ്ട്. നാളെ ഇവക്കിത് എന്ത് പറ്റി? എന്താന്നറിയില്ല. ഇന്നലെ രാത്രി മുതലേ ഒരു ഉഷാറും ഇല്ല. മിണ്ടാപ്രാണികളുടെ കാര്യം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. ഹലോ. ആ, അൽഫോൻസേ. ഹലോ. എടാ ജിമ്മി, ഒന്നും മിണ്ടാതിരിക്കേ. ഫോൺ ചെയ്യണത് കണ്ടൂടെ? ഹലോ ചേച്ചി, കുറച്ച് ഉറക്കെ പറ. റുമാൻ ഇവിടെ ചെവിതല കേൾപ്പിക്കുന്നില്ല. നമ്മുടെ അമ്മൂന് തീരെ വയ്യ. രാവിലെ മുതൽ ഒറ്റ കിടപ്പ. ഓഹോ, ആ പെങ്ങച്ചു വന്നായിരുന്നോ? അരുന്ധതിയല്ല അൽഫോൻസേ, നമ്മുടെ പട്ടിക്കുഞ്ഞ്. ആ, അത് ശരി. ആ ആ ഞാൻ അവനോട് പറയാം ചേച്ചി. ആ ശരി. ദീക്ഷ, ചേച്ചി പട്ടിക്കുഞ്ഞ് അമ്മാളു. ആ ആ പോ. ആ ശരി. എന്ത് പറ്റി? വേറെയാ? ശരിയാവോ? എന്തൊരു തങ്കപ്പെട്ട കൊച്ചനാ ഡിക്സനെ. ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതേ. എത്ര ഇണക്കത്തിലാ അമ്മു അവന്റെ കയ്യിലിരുന്നത്. മിണ്ടാപ്രാണിയെ മനസ്സിലാവും. നമുക്ക് അവനെ പറ്റി അരുന്ധതിയോടൊന്ന് പറഞ്ഞാലോ? അവനും അവളെ പോലെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്ന പയ്യനല്ലേ. അവരങ്ങ് ശരിയാക്കും. കൊച്ചിനെ അതിൻ്റെ വഴിക്ക് വിട്ടേ.
എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ കുഞ്ഞെ. ഹലോ 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 ഇങ്ങനെ പാത്രം തേച്ചും കഴുകിയും നീ തേഞ്ഞു പോകും സുന്ദരം. പിന്നെ എന്തു വേണമെന്നാ പറയുന്നത്? പിന്നെ എന്ത് വേണമെന്നാ പറയണേ? നമുക്ക് നാട് കാണാൻ പോകാം. കുളങ്ങൾ, വാപികൾ, തടാകങ്ങൾ. മഞ്ഞ് പെയ്യുന്ന മലനിരകൾ. കോളാമ്പി പോകുന്ന നാടുകളിലെല്ലാം പോകാം. ഞാനും ഊർത്തേണ്ടി ആവണമെന്നാണോ? ഊര് തെണ്ടാനല്ല, ഊര് ചുറ്റാൻ. ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികളെ പോലെ. പിന്നെ ചട്ടിയും കലമൊക്കെ ആര് കഴുകും? ആരെങ്കിലും കഴുകട്ടെ. നീ എൻ്റെ കൂടെ പോരണം സുന്ദരം. മടിക്കണ്ട. അതാ ശരിയായ തീരുമാനം. ഒന്നും അറിയാതെ നിൽക്കണത് കണ്ടില്ലേ? ഇങ്ങനത്തെ പ്രേമലേഖനം എഴുതിയാൽ അമ്മാളും അല്ല ആരും വീണു പോകും. ഈ കോളാമ്പികൾ ഞാൻ കൊണ്ടുപോവാണ് കേട്ടോ. കോളാമ്പികൾ മുഴുവനും ശബ്ദിക്കണ ഒരു കാലം വരും എന്നോട് പറഞ്ഞില്ലേ? കോളാമ്പികൾ ശബ്ദിച്ചു തുടങ്ങി.